ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡ് കളിക്കുന്ന റീൽസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോവൺ എന്നുള്ള ഒരു എഫക്റ്റ് ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ സാധാരണ നിങ്ങൾ ഈ ഒരു മോഡൽ വീഡിയോ എഡിറ്റിംഗിന് പകരം ഫോട്ടോ എഡിറ്റിംഗ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ അടുത്ത് ഫ്രീക്വൽ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇതേമാതിരി നോവൺ എഫക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെ ഇതേമാതിരി നോവൺ എഫക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വീഡിയോസിൽ നോവൺ എഫക്റ്റ് ആഡ് ചെയ്ത് നല്ല അടിപൊളി റീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ട്രെൻഡിങ് ആയ ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ കൂടുതൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നോവൺ എഫക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോവൺ എഫക്റ്റ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ആഡ് ചെയ്ത വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊടുക്കുക ഒരു കോപ്പി ആയിട്ട്. എന്നിട്ട് ആ കോപ്പി എടുത്ത വീഡിയോ നിങ്ങൾ ഒന്നുകൂടി താഴത്തെ ടൂൾ ബോക്സിൽ ഓവറൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കോപ്പി എടുത്ത വീഡിയോ ഓവറലാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഓവറൽ വീഡിയോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോനെ താഴെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഓവറൽ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ കാണാം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഓട്ടോ റിമൂവൽ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ഓവറിലെ വീഡിയോ കട്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടാവും ആ ഒരു വീഡിയോ ഒന്ന് ആ ഒരു കറക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ചെക്കൻ മാത്രമായിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ആ ഓവറിലെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് പോയിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ ഗ്രാഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കാണാൻ നിങ്ങൾക്ക് അവിടെ വൈറ്റ് പിന്നെ റെഡ് ഗ്രീൻ ബ്ലൂ വേണ്ട അങ്ങനെ 3 ഓപ്ഷൻ. അതിൽ വൈറ്റ് കളർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഗ്രാഫ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ താഴത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു നോവൺ എഫക്റ്റ് നമുക്ക് ഒരു ബ്ലാക്ക് കളറിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് വൈറ്റ് കളറിലാണ് വേണ്ടിച്ചാൽ നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വൈറ്റ് കളറിൽ അവിടെ സെറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ വൈറ്റ് കളർ വെച്ചിട്ട് ഇത് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒരു 3 കളേഴ്സും കൂടി യൂസ് ചെയ്തിട്ട് ഇതേ സെയിം ഗ്രാഫ് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് വൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഒരു നോവൺ എഫക്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ പോലെ നിങ്ങൾക്ക് ഒരു വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഗ്ലോ എഫക്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോകും. അതിലെ വീഡിയോ എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ നൈറ്റ് ക്ലബിൽ കാണാം. അതിൽ ഫ്ലാഷ് വൈബ്രേഷൻ എന്നൊരു എഫക്റ്റ്. ഇപ്പോൾ ഫ്ലാഷ് വൈബ്രേഷൻ്റെ എഫക്റ്റിന്റെ നെയിം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ നെയിം ആയിട്ട്. അപ്പോൾ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ ഒബ്ജക്റ്റ് കൊടുത്തിട്ട് അതിൽ ഞാൻ സ്ക്രീൻ കാണിച്ചു തരുന്നത് രണ്ടാമത്തെ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റിലേക്ക് ഒരു ഗ്ലോ എഫക്റ്റ് മാറും. എന്നിട്ട് അതിന്റെ താഴത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ സ്പീഡ് എന്നുള്ളത് നിങ്ങൾ കുറച്ച് കൊടുക്കുക, അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നിങ്ങൾ 100 ആക്കി കൊടുക്കുക. പിന്നെ അതിൽ നിങ്ങൾക്ക് കാണാം സൈസ് എന്നുള്ളത് ഗ്ലോ എന്നുള്ളത്. ഇത് രണ്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ എഫക്റ്റ് നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെ കാണാൻ നിങ്ങൾക്ക് കളർ ഓപ്ഷൻ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടി അവിടെ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്ലോ ആയിട്ടുള്ള ഒരു നോവൺ എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോസിലേക്ക് നോവൺ എഫക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ചെയ്യാൻ മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനെ ട്യൂട്ടോറിയൽസിനെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.